പൊന്നൂസ് ഏത് വർഷം വിവാഹം കഴിക്കുന്നത്? 1982. 82. ലവ് മാരേജ് അല്ല? അതെ. അതെ. എങ്ങനെയാണ് അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടായത്? നാടകം. ഓ, നാടകത്തിൽ ഡാൻസ് കളിക്കാൻ വേണ്ടിട്ട് കൊണ്ടുവന്നപ്പോ അങ്ങനെ വന്ന് ഹസ്ബൻഡ് വന്നു. എന്താ പേരെന്താണ്? ബാബു. ബാബു. ബാബു വന്നു. എന്ത് പറഞ്ഞു? കല്യാണം കഴിക്കാൻ ഇഷ്ടമെന്ന് പറഞ്ഞു ഡയറക്റ്റ് ആയിട്ട്. അപ്പൊ വീട്ടിൽ വന്ന് അമ്മയോട് ചോദിക്കാൻ പറഞ്ഞു ഞാൻ. അപ്പൊ അമ്മ പറഞ്ഞു കെട്ടിച്ചു തരില്ലെന്ന്. അതെന്താ? അമ്മ എനിക്ക് 18 വയസ്സായിട്ടില്ല. ഒന്ന് രണ്ടാമത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കല്ലേ. അപ്പം അതുപോലെ എനിക്ക് ആ സമയത്തൊക്കെ സിനിമയിലൊക്കെ ഞാൻ ഡാൻസ് പഠിപ്പിച്ചത് 3 വയസ്സ് പോലെ ഞാൻ ഡാൻസ് പഠിക്കുന്നു. അമ്മമാർക്കൊരു പ്രതീക്ഷയില്ലേ. അപ്പൊ അമ്മയ്ക്ക് എന്നെ നായികയായിട്ടൊക്കെ സിനിമയിൽ വരുത്തണം, കൊണ്ടുവരണം എന്നൊക്കെ അമ്മയുടെ ഒരു മോഹമായിരുന്നു. അതിനുള്ള കുറച്ച് ആഴ്ചകൾ അന്ന് വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് അങ്ങനെയൊക്കെ ഒരു പ്രതീക്ഷ നിൽക്കുമ്പോൾ ഇനി എൻ്റെ ഒരു കുടുംബത്തിന്റെ ഒരു താങ്ങും തണലും അമ്മ എന്നിൽ കണ്ടു. ഞാൻ മകളൊന്ന് വന്നാൽ കുടുംബം ഒന്ന് നിൽക്കുന്ന രക്ഷപ്പെടുക, എല്ലാ അമ്മമാരുടെ സ്വപ്നങ്ങളാണല്ലോ. അത് അന്ന് മനസ്സിലാക്കാനുള്ള സെൻസ് എനിക്ക് ഉണ്ടായില്ല. പിന്നെ ഞാനൊരു അമ്മയൊക്കെ ആയപ്പോഴും എനിക്ക് അതിന്റെ ഒരു അമ്മയുടെ മനസ്സിലെന്തായിരുന്നു എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. അപ്പൊ അങ്ങനെ അവസാനം സമ്മതിച്ചില്ല. അങ്ങനെ അങ്ങോട്ട് നടന്നു കല്യാണം. അല്ല, അപ്പൊ ഈ ബാബു അപ്രോച്ച് ചെയ്യുന്നതിന് മുമ്പ് വേറെ ആരെങ്കിലും വന്ന് ഇഷ്ടമെന്ന് ഒത്തിരി പേര് പറയൂല. അപ്പോഴൊക്കെ നമ്മൾ ആ ഒരു എന്റെ ഇഷ്ടങ്ങൾ കല്യാണാലോചനയൊക്കെ ആ സമയത്തൊക്കെ വരുന്നുണ്ട്. അപ്പൊ അമ്മ പറയുന്നുണ്ട് 18 വയസ്സാവട്ടെ, പഠിച്ചുകൊണ്ടിരിക്കുവല്ലേ, കൊച്ചല്ലേ അവള്. അങ്ങനെ ആരെങ്കിലും ഓർമ്മയുണ്ടോ? എന്തേ ഇഷ്ടപ്പെട്ട് വന്ന് ബാബുവിന് മുമ്പ്? അതേ ഉണ്ടോ. പിന്നെ അവരൊക്കെ കല്യാണം സുഖമായിട്ട് പിന്നെ വല്ലപ്പോഴും കാണാറുണ്ട്, ഇടയ്ക്ക് ഫോൺ ചെയ്യാറുണ്ട്. അങ്ങനെയൊക്കെ ചിലപ്പോ. അവരെന്താണ് പറയുന്നത്? ഒന്നുമില്ല, ഞങ്ങൾ രക്ഷപ്പെട്ടു എന്ന് പറയോ അതോ ഇപ്പോഴും ആ ഓർമ്മകൾ എന്റെ മനസ്സിലുണ്ടെന്ന് പറയും? അല്ല, അവര് പറയും ഞങ്ങൾക്ക് മിസ്സിംഗ് ആണെന്ന് പറയും. കാരണം ഞാനിപ്പോ ഇത്ര ആർട്ടിസ്റ്റായി, 4 പേര് അറിയുന്ന ആളായി, ആൾക്കാരിലായി. ഇപ്പം എന്നെ ഇങ്ങനെ കാണുമല്ലോ. എനിക്ക് പഴയ കുറെ ആൾക്കാരെ ഞാൻ മറന്നു, അവരുടെ ഫേസ് ഒക്കെ മാറിപ്പോയി. അവര് പറയുന്ന പൊന്നമ്മയുടെ ആ ഫേസിന് ഒരു മാറ്റവും ഇല്ല. പൊന്നമ്മ കുറച്ച് വണ്ണം വെച്ചു, അതെ പൊന്നമ്മ അന്ന് കണ്ടപോലെ തന്നെയാണ് ഇന്നും ഞങ്ങൾ കാണുന്നതെന്ന് പറയും. എന്തോ ആഹാരം? കപ്പ, നല്ല കപ്പ, മീന്, നല്ല കപ്പ, പോത്തിറച്ചി, നല്ല എല്ലാം. എനിക്ക് എന്നെ തിരിച്ചു കഴിക്കാത്ത എല്ലാം ഞാൻ കഴിക്കും. അതൊരു ഭാഗ്യമാണ് കേട്ടോ. തീർച്ചയായും. കാരണം ചിലർക്ക് ഈ കഴിക്കുന്നത് കുറച്ച് ഇങ്ങനെ നമ്മുടെ പ്രായം അങ്ങോട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും തോറും കഴിപ്പിന്റെ ഒരു ഇന്റൻസിറ്റി കുറയും. ഇത് അങ്ങനൊന്നുമില്ല, വെച്ച മുഴുവൻ തീർക്കും. എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് ഞാൻ കണ്ണും പൂട്ടിയിരുന്നത്. ഈ തടി കൂടുന്നെന്ന് പറഞ്ഞോണ്ട് ഒരു വിഷമവും ഇല്ല. ഇല്ല, ഞാൻ ചോദിച്ചു, ഞാൻ തടി സിനിമയ്ക്ക് വന്നപ്പോൾ ഞാൻ വലിയ തടി, ഞാൻ ഒത്തിരി ഇന്റർവ്യൂ പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ പോലും പ്രേക്ഷകർ സ്വദേശം ക്ഷമിക്കുക. ഞാൻ അധികം വണ്ണമില്ലാതെ സിനിമയിൽ വരുന്നത്. പക്ഷെ സിനിമയിൽ വന്നപ്പോൾ ലോകി സാറാണ് പറഞ്ഞ കുറച്ച് വണ്ണം വേണം അവർക്ക് ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി. അങ്ങനെ മട്ടൺ സൂപ്പൊക്കെ കുടിച്ച് ഞാൻ കുറച്ച് വണ്ണം വെച്ച് പിന്നെ അതിനുശേഷം വെച്ചടി പിന്നെ അങ്ങോട്ട് ശ്രദ്ധിച്ചിട്ടേ ഇല്ല. അപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് എന്റെ വണ്ണം എനിക്ക് പ്ലസ് ആയിട്ട് എനിക്ക് തോന്നി. സിനിമയ്ക്കായാലും ആ വണ്ണം കുറയ്ക്കാൻ പോകുന്ന പലരും സമ്മതിക്കില്ല. വീട്ടിൽ ഇരിക്കത്തേ ഉള്ളു വണ്ണം കുറഞ്ഞാലെന്ന് പറയും. പക്ഷെ മക്കള് പറയും വണ്ണം കുറയ്ക്കണം, വണ്ണം കുറഞ്ഞേ പറ്റുള്ളൂ, കൈവേദന, കാലുവേദന, മുട്ടുവേദനയൊക്കെ വരും, മമ്മി വണ്ണം കുറയ്ക്കണം എന്ന് പറയും. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ചെറുപ്പത്തിലെ കല്യാണം കഴിച്ചതുകൊണ്ട് മക്കളൊക്കെ വളർന്നു, പിള്ളേരെ എല്ലാം കല്യാണം കഴിപ്പിച്ചു. പിന്നെ മക്കൾ വളർന്ന കൂട്ടത്തിൽ ഞാനും അങ്ങോട്ട് വളർന്നു.